നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നലനാട് സ്റ്റോറീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നലനാട് എഴുതിയ നോവൽ ഹൃദ്യം ആരംഭിക്കുന്നു. ചന്ദന സോപ്പിൻ്റെ മണമെത്തിയപ്പോൾ നിലക്കണ്ണാടിയുടെ മുന്നിലിരുന്ന് മീശയുടെ നീളം ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്ന മുകുന്ദനുണ്ണി മൂക്ക് വിടർത്തി. ദേവയാനിയുടെ വരവറിയിച്ച കാറ്റാണ് ചന്ദന സുഗന്ധം കൊണ്ടുവരുന്നത്. തിടുക്കത്തിൽ ദേവയാനി മുറിയിലേക്ക് വന്നു. കുളി കഴിഞ്ഞ് മാറിന് മുകളിൽ വെച്ച് കെട്ടിയ ഒറ്റമുണ്ടാണ് വേഷം. തലമുടി തോർത്തിൽ ചുറ്റി ഉച്ചിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. സിരകളെ ചൂടുപിടിപ്പിക്കുന്ന ആ കാഴ്ച കണ്ട് മുകുന്ദനുണ്ണി ഇരുന്നുപോയി. ഉണ്ണിയേട്ടനൊന്ന് പുറത്തേക്ക് പോയേ, ഞാനൊന്ന് ഡ്രസ് ചെയ്യട്ടെ. അയാളുടെ നോട്ടം കണ്ട് ദേവയാനി പറഞ്ഞു, ഞാനിവിടെ ഇരുന്നതിലെന്താടി കുഴപ്പം? 17 വർഷമായി ഞാൻ കാണുന്നതല്ലേടി നിന്നെ. അടങ്ങിയിരിക്കത്തൊന്നുമില്ലല്ലോ. എന്താ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയാം. പിള്ളേർ അടുത്ത മുറിയിലുണ്ടെന്ന ബോധം പോലും കാണില്ല. നിന്ന് ചിണുങ്ങാതെ ഡ്രസ് ചെയ്യുന്നുണ്ടോ? സമയം 4 ജോർജ് കുട്ടി 3 തവണ വിളിച്ചു. ദേവയാനി ചെന്ന് അലമാര തുറന്ന് ഡ്രസ് തിരഞ്ഞു. പുറം തിരിഞ്ഞു നിൽക്കുന്ന ദേവയാനിയുടെ രൂപഭംഗി കണ്ടിരിക്കാൻ മുകുന്ദനുണ്ണിക്ക് കഴിഞ്ഞില്ല. മുടി ഉയർത്തിക്കെട്ടിയതിനാൽ പിൻകഴുത്ത് വ്യക്തമായി കാണാം. കുറച്ച് മുടിയിഴകൾ ചെന്താമര നിറമുള്ള നഗ്നമായ മുതുകിൽ നനഞ്ഞൊട്ടിക്കിടപ്പുണ്ട്. മുകുന്ദനുണ്ണി എഴുന്നേറ്റ് ചെന്ന് പിന്നിലൂടെ വയറിൽ കൈ ചുറ്റി മുതുകിൽ ചുണ്ടുവെച്ചു. എനിക്കെന്താ, ഞാൻ നിന്ന് തരാം. കുതിറിയിട്ടൊന്നും കാര്യമില്ലെന്ന് ദേവയാനിക്കറിയാമായിരുന്നു. പിൻകഴുത്തിലെ ചന്ദനഗന്ധം അയാൾ ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തു. മൈക്കിലൂടെ അതുവരെ കേട്ടുകൊണ്ടിരുന്ന സിനിമാ ഗാനം നിലച്ചു. പകരം ജോർജ് കുട്ടിയുടെ ശബ്ദമെത്തി. മേലുകര നിവാസികളുടെ അഭിമാനമായി മാറിയ മുകുന്ദനുണ്ണി ഇന്ന് വൈകിട്ട് 6 മണിക്ക് മികച്ച കർഷകനുള്ള ഈ വർഷത്തെ കർഷകശ്രീ പുരസ്കാരം കൃഷിവകുപ്പ് മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. മുഴുവൻ നാട്ടുകാർക്കും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അവാർഡ് ജേതാവിൻ്റെ വികൃതി എനിക്കല്ലേ അറിയൂ. 45 പ്രായം, 25കാരനാണെന്ന ഭാവം. അവൾ കുതറിമാറി. അതെൻ്റെ കുറ്റമാണോടി? നീ നാൾക്കുനാൾ ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയല്ലേ. നിന്നെ കണ്ടാൽ ആരെങ്കിലും പറയുവോ 3 പിള്ളേരുടെ അമ്മയാണെന്ന്? മുറ്റത്ത് ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ടു. മുകുന്ദനുണ്ണി പുറത്തേക്ക് ചെന്നു. ബൊലേറോ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന സുമേഷിനെ കണ്ടു. കൃഷിപ്പണിയിൽ മുകുന്ദനുണ്ണിയുടെ സഹായിയാണവൻ. 26 വയസ്സ് വരും. മാസം തോറും ഒരു തുക മുകുന്ദനുണ്ണി കൊടുക്കുന്നത് കൊണ്ട് ആ വീടിനെ ചുറ്റിപ്പറ്റി എപ്പോഴും അവൻ കാണും. ജീപ്പിൻ്റെ പിന്നിലെ ഡോർ തുറന്ന് അവൻ വലിയ അടപ്പുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഇറക്കി വെച്ചു. മുകുന്ദനുണ്ണി ഇറങ്ങിച്ചെന്നു. കോഴിക്കറിയുടെ സുഖകരമായ മണം വായുവിൽ പടർന്നു. ഷോപ്പർ എടുത്തപ്പോൾ അതിനുള്ളിലെ കുപ്പികൾ കിലുങ്ങി. 3 പേര് ക്യൂ നിന്നാ വാങ്ങിയത്. 8 ഫുള്ള് പോരെ? മതി. ഈ മാസത്തെ മിലിറ്ററി കോട്ട 4 എണ്ണം ഇവിടെയുണ്ട്. 40 പേരേ ഉണ്ടാവൂ. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ചടങ്ങ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങു പോരും. സ്കൂൾ ഗ്രൗണ്ടിൽ ആള് കൂടിക്കഴിഞ്ഞു. പത്രക്കാരും ചാനലുകാരുമൊക്കെ എത്തി. മിനിസ്റ്റർ തൊടുപുഴയിലെത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അകത്തുനിന്ന് വന്ദന ഇറങ്ങി വന്നപ്പോൾ സുമേഷിൻ്റെ മുഖം വിടർന്നു. +2 പഠിക്കുകയാണ് വന്ദന. ദേവയാനിയുടെ തനിപ്പകർപ്പാണവൾ. വയസ്സ് 16 ഉള്ളുവെങ്കിലും കാഴ്ചയിൽ 18 മതിക്കും. ചുരിദാറായിരുന്നു അവളുടെ വേഷം. അനിയത്തിമാരെന്തിയടി? മുറ്റത്ത് നിന്ന് മുകുന്ദനുണ്ണി വിളിച്ചു ചോദിച്ചു. വൃന്ദയുടെ ഒരുക്കം തീരണ്ടേ? അമ്മ ഇറങ്ങിയില്ലേ അച്ഛാ? അകത്തുനിന്ന് ലേശം മുടന്തോടെ ഉണ്ണിമോൾ ഇറങ്ങി വന്നു. പിന്നാലെ അണിഞ്ഞൊരുങ്ങി വൃന്ദയും. മിടിയും ടോപ്പുമായിരുന്നു വൃന്ദയുടെ വേഷം. പട്ടുപാവാടയും ജാക്കറ്റുമാണ് ഉണ്ണിമോൾ ധരിച്ചത്. 2 പേരും 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വന്ദനയ്ക്കും വൃന്ദയ്ക്കുമുള്ള നിറം ഉണ്ണിമോൾക്കില്ല. വൃന്ദയും ഗൗരി എന്ന ഉണ്ണിമോളും ഇരട്ടകളാണ്. ദേവു. വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ മുകുന്ദനുണ്ണി അക്ഷമനായി വിളിച്ചു. മുഖത്ത് തൂവിയ പൗഡർ ധൃതിയിൽ തുടച്ച് ദേവയാനി ഇറങ്ങി വന്നു. പുതിയ പട്ടിൻ്റെ സാരിയാണ് ദേവയാനി ചുറ്റിയത്. എന്തൊരു ഗ്ലാമറാ അമ്മേ, വൃന്ദ അസൂയപ്പെട്ട പോലെ പറഞ്ഞു. നീയൊന്ന് കൂടി. മുകുന്ദനുണ്ണി ഉണ്ണിമോളെ കൈപിടിച്ചിറക്കി. ദേവയാനി ബൊലോറയുടെ ഫ്രണ്ട് സീറ്റിൽ കയറി. അയാൾ കൈപിടിച്ച് ആദ്യം ഉണ്ണിമോളെ കയറ്റി. പിന്നാലെ വൃന്ദ കയറി. വണ്ടിയിൽ കയറാൻ നേരം വന്ദന ഒരു നോട്ടം സുമേഷിനും സമ്മാനിച്ചു. കാത്തുനിന്ന അവന് അത് മതിയായിരുന്നു. ഡോർ തുറന്നിട്ട് മുകുന്ദനുണ്ണി സുമേഷിനെ നോക്കി. മേശയും കസേരയും ഇട്ടോണം. അവർ വന്നാലുടൻ ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ പോയേച്ചുവാ. ഏത്തവാഴകൾക്ക് നടുവിലൂടെയുള്ള വഴിയെ ബൊലേറോ മുന്നോട്ട് നീങ്ങി. ഗേറ്റ് കടന്ന് റോഡിലേക്കിറങ്ങി. അച്ഛാ, ആശ ടീച്ചറെ വിളിക്കണം. ഉണ്ണിമോൾ ഓർമ്മിപ്പിച്ചു. നിന്റെ ടീച്ചറെ വിളിക്കാതെ അച്ഛൻ പോകുകൂടി.
പത്രത്തിൽ വന്ന എൻട്രി ഫോം വെട്ടിയെടുത്ത് പൂരിപ്പിച്ചയച്ച് അച്ഛൻ ഈ അവാർഡ് വാങ്ങിക്കൊടുത്തത് തന്നെ ടീച്ചറല്ലേ? വന്ദന പറഞ്ഞു. 100 മീറ്റർ ദൂരം മാത്രമേ ആശ ടീച്ചറിൻ്റെ വീട്ടിലേക്കുണ്ടായിരുന്നുള്ളൂ. റോഡിൽ വണ്ടി നിന്നു. കുറച്ചുള്ളിലായാണ് വീട്. വണ്ടിക്ക് കയറിപ്പോകാനുള്ള വീതി വഴിക്കില്ല. അയാൾ ഹോണടിച്ചു. കാത്തു നിന്നതുപോലെ ആശ ടീച്ചർ ഇറങ്ങി വന്നു. 35 വയസ്സ് വരും ടീച്ചർക്ക്. ദേവയാനിയുടെ അതേ പ്രായം. കോട്ടൺ സാരിയാണ് വേഷം. ചുരുണ്ട മുടി, വശ്യമായ കണ്ണും ചുണ്ടും ആരെയും പിടിച്ചു നിർത്താൻ പോന്നതാണ്. മുഖത്തിന് ചേർന്ന കണ്ണട. വിധവയാണ് ആശ ടീച്ചർ. വിവാഹം കഴിഞ്ഞ് കഷ്ടിച്ച് 1 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദാമ്പത്യം. അതിൻ്റെ പകുതിയും ഹോസ്പിറ്റലിലായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് ഭർത്താവ് മരിക്കുകയായിരുന്നു. അയാളും സ്കൂൾ മാഷായിരുന്നു. വൃന്ദയും ഉണ്ണിമോളും പഠിക്കുന്ന ഹൈസ്കൂളിലെ മാത്സ് ടീച്ചറാണ് ആശ. സാരിത്തലപ്പ് പിടിച്ച് ചിരിയോടെ ആശ ടീച്ചർ വണ്ടിയുടെ അടുത്തേക്കെത്തി. നിങ്ങൾ പോയിട്ടുണ്ടെന്നാ ഞാൻ കരുതിയത്. ആശ ടീച്ചറെ കൂടാതെ ഞങ്ങൾ പോവോ? കേറിയാട്ടെ. ദേവയാനി ക്ഷണിച്ചു. വാ ടീച്ചറെ. ഉണ്ണിമോൾ ഡോർ തുറന്ന് ക്ഷണിച്ചു. ആശ ടീച്ചർ കയറി. ഡോർ അടഞ്ഞു. ജീപ്പ് മുന്നോട്ട് നീങ്ങി. വൈകിട്ട് പാർട്ടിയൊന്നുമില്ലേ ഉണ്ണിയേട്ടാ? ആശ ടീച്ചർ ചോദിച്ചു. അതെന്ത് ചോദ്യാ? വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിട്ടാ അവാർഡ് വാങ്ങാൻ പോകുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രദാസ് സാറിൻ്റെ കവിത ഉണ്ടാവും. എല്ലാവരും ചിരിച്ചു. ജീപ്പ് സ്കൂൾ കവാടം കടന്നു. നല്ലൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു അവിടെ. നിറയെ വാഹനങ്ങൾ. കമനീയമായി അലങ്കരിച്ച സ്റ്റേജ്. മുകുന്ദനുണ്ണി വണ്ടി ഒതുക്കി നിർത്തി ഇറങ്ങിയപ്പോൾ ജോർജ് കുട്ടിയും ചന്ദ്രദാസും വന്നു. വാ വാ, പത്രക്കാരും ചാനലുകാരും എത്ര നേരമായി അന്വേഷിക്കുന്നെന്നോ? ജോർജ് കുട്ടി തിടുക്കപ്പെട്ടു. മുകുന്ദ, വൈകിട്ടത്തെ പരിപാടി പൊളിച്ചെടുക്കണം. ചന്ദ്രദാസ് തോളിൽ തട്ടി. മദ്യത്തിൻ്റെ ഗന്ധം മുകുന്ദനുണ്ണിയുടെ മുഖത്തടിച്ചു. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് സാറേ. വെരി ഗുഡ്. അവാർഡ് ജേതാവ് എത്തിയതറിഞ്ഞ് പത്രക്കാരും ചാനലുകാരും മുകുന്ദനുണ്ണിയെ പൊതിഞ്ഞു. 7 മണി കഴിഞ്ഞപ്പോൾ കൃഷി വകുപ്പ് മന്ത്രിയും പരിവാരങ്ങളും എത്തിച്ചേർന്നു. ചടങ്ങ് ആരംഭിച്ചു. വേദിയിൽ MLAയ്ക്കും മന്ത്രിക്കും അടുത്തിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് മുകുന്ദനുണ്ണി കരുതിയില്ല. ഒരു പട്ടാളക്കാരന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി മരണാനന്തര ബഹുമതിയാണ്. ഇവിടെ ഒരു സമൂഹം തന്നെ ആദരിക്കുന്നു. മണ്ണ് കൊണ്ടെത്തുന്ന മഹാഭാഗ്യം. അധ്യക്ഷ പ്രസംഗം നടത്തിയ MLA കത്തിക്കയറി. മേലുകാവിൻ്റെ മാത്രമല്ല, ഇടുക്കിയുടെ അഭിമാനമാണ് മുകുന്ദനുണ്ണി എന്ന കർഷകൻ. അയാളൊരു മിലിട്ടറിക്കാരനായിരുന്നു. 18 വർഷം നമ്മുടെ മണ്ണിനെ കാത്തു സൂക്ഷിച്ചവൻ. സ്വന്തം മണ്ണിനോടുള്ള സ്നേഹം വിരമിച്ചിട്ടും മുകുന്ദനുണ്ണി കൈവിട്ടില്ല എന്നതാണ് മികച്ച കർഷകനുള്ള അവാർഡിലൂടെ മുകുന്ദനുണ്ണി ഒരു വട്ടം കൂടി തെളിയിച്ചത്. ദേവയാനി സാരി തുമ്പ് പിടിച്ച് കണ്ണു തുടച്ചു. പിന്നീട് പുരസ്കാരദാന ചടങ്ങായി. മുകുന്ദനുണ്ണിയെ പൊന്നാട അണിയിച്ച് മിനിസ്റ്റർ കർഷകശ്രീ പുരസ്കാരം സമ്മാനിച്ചു. കൃഷിയെക്കുറിച്ച് 1/2 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചു. മുകുന്ദനുണ്ണിയെ 2 വാക്ക് പറയാൻ അധ്യക്ഷൻ ക്ഷണിച്ചു. മൈക്കിന് മുന്നിൽ വന്ന് വാക്കുകൾ കിട്ടാതെ മുകുന്ദനുണ്ണി കുറേ നേരം നിന്നു. ഞാൻ എഴുതിക്കൊടുത്തതൊക്കെ കാണാപ്പാടം പഠിച്ചതാ, എല്ലാം മറന്നു. ദേവയാനിയുടെ ചെവിയിൽ വന്ദന പറഞ്ഞു. എൻ്റെ ഈശ്വര, അച്ഛൻ കൂളവാക്കും. വൃന്ദയും പിറുപിറുത്തു. ദേവയാനിക്ക് ഭയമായി. ചെറുതായി വിറയ്ക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. മുകുന്ദനുണ്ണി കണ്ടം ശരിയാക്കി. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിനേക്കാൾ വലിയ അംഗീകാരം എനിക്കിനി കിട്ടാനില്ല. നന്ദിയുണ്ട്. മിലിട്ടറിയിൽ ഞാനൊരു ഹവീൽദാരായിരുന്നു. ഏറ്റെടുത്ത ജോലി എന്തോ അത് ഭംഗിയായി ചെയ്യുക, അതേ എനിക്കറിയൂ. മടങ്ങി വന്നിട്ട് ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നിയപ്പോഴാ ഡാമിനടുത്ത് 5 ഏക്കർ ഭൂമി വാങ്ങുന്നത്. അതിൽ തുടങ്ങിയ കൃഷിപ്പണിയാ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. മണ്ണിൽ ഞാൻ തന്നെ അധ്വാനിച്ചു. താങ്ങും തണലുമായി എൻ്റെ ഭാര്യ കൂടെ നിന്നു. അവൾ കുടുംബശ്രീ പ്രവർത്തകയാണ്. കൂടാതെ ADS പ്രസിഡൻറ്റുമാണ്. ഈ അവാർഡ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമർപ്പിക്കുന്നു. ദേവയാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജയ് ജവാൻ ജയ് കിസാൻ. കാതടപ്പിക്കുന്ന കരഘോഷമുയർന്നു. മിനിസ്റ്റർ എഴുന്നേറ്റ് മുകുന്ദനുണ്ണിയുടെ ചുമലിൽ തട്ടി അഭിനന്ദിച്ചു. കൈപിടിച്ച് കുലുക്കി. താഴെ വന്ന് കയ്യിലിരുന്ന ഉപഹാരം മുകുന്ദനുണ്ണി ദേവയാനിയുടെ കയ്യിൽ കൊടുത്തു. അച്ഛൻ ബോധം കെട്ട് വീഴുമെന്നാ ഞങ്ങൾ കരുതിയത്. വൃന്ദ കളിയാക്കി ചിരിച്ചു. പിന്നെ ശത്രുവിൻ്റെ തോക്കിനു മുന്നിൽ നിന്ന് മുകുന്ദനുണ്ണി പതറിയിട്ടില്ല. പിന്നെയാ. ചുമ്മാതിരി, വിറ മാറിയിട്ടില്ല. ഉണ്ണിയേട്ടാ, സംഗതി ഗ്രാൻഡായിരുന്നു. നാളത്തെ പത്രത്തിൽ ഫോട്ടോയും വാർത്തയും വരും. ആശ ടീച്ചർ അഭിനന്ദിച്ചു. സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് മുകുന്ദനുണ്ണി വണ്ടിയിൽ കയറി. ചെന്നിട്ട് വേണം തറവാട്ടിലേക്കൊന്ന് വിളിക്കാൻ. ചിലപ്പോൾ TV യിൽ ന്യൂസ് കാണിക്കും. ദേവയാനി ധൃതി കൂട്ടി.
ദേവയാനി ഒറ്റപ്പാലത്തുകാരിയാണ്. മുകുന്ദനുണ്ണിയുടെ കൂടെ മിലിട്ടറിയിലുണ്ടായിരുന്ന മോഹനകൃഷ്ണൻ്റെ പെങ്ങൾ. ഒരു ലീവിന് പെണ്ണ് കെട്ടാൻ മുകുന്ദനുണ്ണി നാട്ടിൽ വന്നതായിരുന്നു. അമ്മാവൻ കണ്ടുവച്ച പെണ്ണിനെ മുകുന്ദനുണ്ണിക്ക് ഇഷ്ടമായില്ല. വിവാഹം നടക്കാതെ മടങ്ങേണ്ടി വരുമെന്ന ഘട്ടത്തിലാണ് മോഹനകൃഷ്ണൻ്റെ ഫോൺ വരുന്നത്. ഒന്നും ശരിയായില്ലെങ്കിൽ നീ ചെന്ന് എൻ്റെ പെങ്ങളെ കാണടാ. അവളുടെ വിവാഹം ഇപ്പോൾ നടന്നില്ലെങ്കിൽ 28 വയസ്സ് കഴിയണം. മുകുന്ദനുണ്ണി കോരിത്തെരിച്ച നിമിഷമായിരുന്നു അത്. വീട്ടുകാരുടെ പ്രശ്നം തൊടുപുഴയും ഒറ്റപ്പാലവും തമ്മിലുള്ള ദൂരമായിരുന്നു. ദേവയാനിയുടെ ഫോട്ടോ മോഹനകൃഷ്ണൻ്റെ കയ്യിൽ കണ്ടിട്ടുള്ളതിനാൽ അമ്മാവനെയും കൂട്ടി ഒറ്റ വിടലായിരുന്നു. 12-ാം നാൾ കല്യാണം. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച്. ഫോട്ടോയിൽ കണ്ടു മോഹിച്ചവൾ ഭാര്യയായി. മോഹനകൃഷ്ണനോട് പെങ്ങളെ ചോദിക്കാൻ മടിയായിരുന്നു. ദൈവം അവനെക്കൊണ്ട് പറയിപ്പിച്ചു. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ആകസ്മികമാണെന്ന് മുകുന്ദനുണ്ണി ഓർത്തു. 2ാം പ്രസവത്തിൽ ഇരട്ട പെൺകുട്ടികൾ. ഉണ്ണിമോള് മാത്രമാണ് മനസ്സിലെ നീറ്റൽ. മുടന്തുള്ള അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമോ? കൂട്ടത്തിൽ പഠിക്കാൻ ഏറ്റവും മിടുക്കി അവളാണ്. ഇനി ദൈവം മുകുന്ദനുണ്ണിയുടെ ജീവിതത്തിൽ കരുതി വച്ചിരിക്കുന്ന ആകസ്മികങ്ങൾ എന്തൊക്കെയാവും? ഉണ്ണിയേട്ടാ, ഞാനിവിടെ ഇറങ്ങാം. ആശ ടീച്ചറുടെ വീടെത്തിയത് മുകുന്ദനുണ്ണി അറിഞ്ഞില്ല. അത് പറ്റില്ല. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നിട്ടേ ആശ ടീച്ചറെ വിടുന്ന പ്രശ്നമുള്ളൂ, മുകുന്ദനുണ്ണി പറഞ്ഞു. അമ്മയെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ടീച്ചർ സമാധാനമായിരിക്കെ. ദേവയാനി ടീച്ചറെ വിടാൻ ഭാവമില്ലായിരുന്നു. വണ്ടി ഗേറ്റ് കടന്ന് മുന്നോട്ട് ചെന്ന് നിന്നു. പിന്നാലെ കാറും ജീപ്പുമായി 4-5 വണ്ടികൾ അകത്തേക്ക് വന്നു. മുറ്റത്ത് ടാർപോളിൻ വലിച്ചു കെട്ടി ഫൈബർ ടേബിളും കസേരകളും നിരന്നു കഴിഞ്ഞിരുന്നു. സുബേഷിൻ്റെ കൂടെ 2 ചെറുപ്പക്കാർ കൂടിയുണ്ടായിരുന്നു. തീറ്റയും കുടിയും ആരംഭിച്ചു. റമ്മും ബ്രാൻഡിയും തരാതരം പോലെ ആളുകളുടെ മുന്നിലെത്തി. പുഴുങ്ങിയ കപ്പയും കള്ളപ്പവും കോഴിയും പോത്തും ടേബിളുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. മധ്യ ഗ്ലാസുമായി ചന്ദ്രദാസ് മുകുന്ദനുണ്ണിയുടെ അടുത്തേക്ക് വന്നു. ഇന്നത്തെ സന്തോഷം പൂർണ്ണമാവണമെങ്കിൽ മുകുന്ദനുണ്ണി ഈ ഒരു പെഗ് കഴിച്ചേ തീരൂ. അതെ. മുണ്ടു മടക്കി കുത്തി പഞ്ചായത്ത് മെമ്പർ ഉമ്മൻ കോശി എഴുന്നേറ്റു. മിലിട്ടറിയിലായിരുന്നപ്പോൾ താൻ നന്നായി പൂശിയിട്ടില്ലേ? കുടുംബക്കാരനായപ്പോഴല്ലേ താൻ ഡീസൻ്റ് ആയത്? ഇന്നത്തേക്ക് അത് മറക്ക് മുകുന്ദ, പിടിപ്പിക്ക്. കൃഷി ഓഫീസർ സഹദേവൻ നിർബന്ധിച്ചു. മദ്യപിക്കുന്നത് ലഹരിക്ക് വേണ്ടിയല്ലേ? മിലിട്ടറിയിലായിരുന്നപ്പോൾ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാ. അത് ഒരു ലഹരിയായിരുന്നു. ഇന്നെൻ്റെ ലഹരി ഭാര്യയും എൻ്റെ മക്കളുമാ. ലഹരിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ലഹരിക്ക് മീതെ വരില്ല സാറേ. ജീവിക്കാൻ എനിക്ക് ഈ ലഹരി മാത്രം മതി. അകത്ത് കേട്ടുനിന്ന ആശ ടീച്ചർ ദേവയാനിയുടെ ചുമലിൽ കൈവച്ചു. കേട്ടില്ലേ ഉണ്ണിയേട്ടൻ പറയുന്നത്? എനിക്കും അതറിയാം. ദേവും മക്കളുമാ ഉണ്ണിയേട്ടൻ്റെ ലഹരി. ദേവയാനി പുഞ്ചിരിച്ചു. 10:30 മണിയോടെ സൽക്കാരം അവസാനിച്ചു. ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി. ചന്ദ്രദാസ് കസേരയിൽ തല കുമ്പിട്ട് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഡ്രൈവർ കുഞ്ഞുമോൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തോളിലൂടെ കൈ കടത്തി ജീപ്പിൽ കൊണ്ടുപോയി. മുകുന്ദനുണ്ണി സഹായിച്ചു കൊടുത്തു. അപ്പോൾ ഗുഡ് നൈറ്റ്, കുഴഞ്ഞ ശബ്ദത്തോടെ ചന്ദ്രദാസ് പറഞ്ഞു. ജീപ്പ് പിന്നോട്ടെടുത്ത് പുറത്തേക്ക് പോയി. ദേവയാനിയും ആശ ടീച്ചറും പുറത്തേക്ക് വന്ന് നിൽപ്പുണ്ടായിരുന്നു. എന്തിനാ ചന്ദ്രദാസ് സാർ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? വേദനയോടെ ആശ ടീച്ചർ ആരോടെന്നില്ലാതെ പറഞ്ഞു. അതൊരു ജന്മം. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. പറഞ്ഞിട്ടെന്താ കാര്യം? നാട് വടക്കെവിടെയോ ആണ്. 4-5 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടപ്പോഴേക്കും യൗവനം കടന്നു. മലങ്കര എത്തിയിട്ട് ഇത് 4-ാം വർഷമാ. വിവാഹം കഴിച്ചിട്ടില്ലെന്നാ കേൾക്കുന്നത്, സത്യമാണോ? ആശ ടീച്ചർ സംശയം പ്രകടിപ്പിച്ചു. ഇല്ല. എന്താ, ആലോചിച്ചാലോ? മുകുന്ദനുണ്ണി ചിരിച്ചു. ആ കുടിയനെ ഉണ്ണിയേട്ടന് എൻ്റെ തലയിൽ കെട്ടിവെക്കണമല്ലേ? ഒരു പെണ്ണിന് മാറ്റിയെടുക്കാൻ കഴിയാത്ത ഏത് ദുശീലമാ ആണിനുള്ളത്? പിന്നെ ഒന്നുകൂടിയുണ്ട്, അവനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് അവൾക്കുണ്ടാവണം. ടീച്ചർക്കതുണ്ട്. ആശ ടീച്ചറിൻ്റെ മുഖത്ത് നാണമുള്ള ചിരി വിടർന്നു. ഉണ്ണിയേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. ടീച്ചർ സമ്മതം പറഞ്ഞാൽ ഉണ്ണിയേട്ടൻ ചന്ദ്രദാസ് സാറിനോട് സംസാരിക്കും. ദേവയാനി വലിയ താല്പര്യം കാണിച്ചു. നിങ്ങൾ എന്നെ വെറുതെ വിട്ടേക്ക്. കുട്ടികളെ പഠിപ്പിച്ച് ഈ പാവം പിഴച്ചു പോയിക്കൊള്ളാം. ആശ ടീച്ചർ പോകാനിറങ്ങി. സുമേഷേ, ടേബിളിലെ പ്ലേറ്റുകൾ മാറ്റുന്ന തിരക്കിലായിരുന്നു സുമേഷ്. എന്നതാ ചേട്ടായി? നീ ടീച്ചറെ കൊണ്ടുപോയി വിട്ടിട്ട് വാ. ടീച്ചർ ചെല്ല്, അവൻ കൊണ്ടുവിടും. ഡാ സുമേഷേ, ടീച്ചർ വീട്ടിൽ കയറി പോകുന്നതുവരെ നീ പുറത്ത് നിൽക്കണം. ദേവയാനി ശട്ടം കിട്ടി. ശരി ചേച്ചി. ടീച്ചർ കയറ്. അവൻ ബൊലോറയുടെ ഡോർ തുറന്നു കൊടുത്തു. ബൊലേറോ പുറത്തേക്ക് പോകുന്നത് നോക്കി മുകുന്ദനുണ്ണിയും ദേവയാനിയും നിന്നു. ഉണ്ണിയേട്ടൻ ചന്ദ്രദാസ് സാറിനോട് സംസാരിക്കണം. പാവൻ ടീച്ചർ, എത്ര കാലമാ തനിച്ച് കഴിയുന്നത്?
ആകെയുള്ളത് പ്രായമായ അമ്മയും. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ദേവു. ആ ടീച്ചർ സമാധാനത്തോടെ ജീവിക്കട്ടെ. അയാൾക്കിപ്പോൾ തന്നെ 45 കഴിഞ്ഞു. ലിവറൊക്കെ അടിച്ചു പോയിട്ടുണ്ടാവും. ശേഷിക്കുന്ന കാലം അയാളെ ശുശ്രൂഷിക്കേണ്ട ഗതികേടിലേക്കാവും നമ്മൾ ടീച്ചറെ തള്ളിവിടുന്നത്. ഒരു ദിവസം അടിച്ചു ഫിറ്റായി ഡാമിൽ വീണ് ചന്ദ്രദാസ് സാർ തീരും. എന്താ ഉണ്ണിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേവയാനി സങ്കടപ്പെട്ടു. സത്യമല്ലേ ഞാൻ പറയുന്നത്? രാത്രിയെന്നോ പകലെന്നോ ഇല്ല, എപ്പോഴും മദ്യത്തിലയാൾ. എത്ര സസ്പെൻഷൻ! മേലുദ്യോഗസ്ഥരും കൈയൊഴിഞ്ഞു. അയാൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നതാണെന്ന് എനിക്കറിയാം. ആ ജന്മം മലങ്കര ഡാമിൽ തീരുമെന്നത് ഉറപ്പാ. ദേവയാനി ശബ്ദിച്ചില്ല. സുന്ദരി ആശ ടീച്ചർ മേലുകാവിലെ പുരുഷന്മാരെ ത്രസിപ്പിച്ച് ഒരു ചിത്രശലഭമായി പറന്നു നടക്കട്ടെടി. അത് കാണാൻ ഒരു സുഖമില്ലേ? ആശ ടീച്ചർ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് കാണാൻ ഉണ്ണിയേട്ടനും മോഹമുണ്ടല്ലേ? മുകുന്ദനുണ്ണി ദേവയാനിയെ നെഞ്ചിലേക്ക് വലിച്ചടിപ്പിച്ചു. പാരിജാതം കയ്യിലുള്ളപ്പോൾ ആരാടി കാട്ടുചമ്പകം കണ്ട് മോഹിക്കുന്നത്? അയാൾ അവളെ കൈകളിൽ കോരിയെടുത്തു. നാണമില്ലാത്ത മനുഷ്യൻ! ഈ തണുപ്പുള്ള രാത്രിയിൽ എന്നെ കണ്ട് നാണിക്കാനാടി. അയാൾ അവളെ അകത്തേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ദന മേലുകാവിൽ ബസ് ഇറങ്ങി. കുറച്ച് ദൂരം റോഡിലൂടെ നടന്നിട്ട് വേണം വീട്ടിലേക്ക് തിരിയാൻ. റോഡിനിരുവശത്തും കുരുമുളക് കൊടികളും കാപ്പിത്തോട്ടവുമാണ്. വിജനമായ റോഡിലൂടെ തനിയെ അവൾ നടന്നു. സ്കൂളിലുണ്ടായ സംഭവങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ. വന്ദന തോറ്റുകൊടുക്കില്ലെന്ന് അവൾ മനസ്സിൽ ഉരവിട്ടു. മുകുന്ദനുണ്ണിയുടെ മോളാണ് താൻ. ഒരു കാർ അവളെ കടന്ന് മുന്നിൽ വന്ന് വലിയ ശബ്ദത്തോടെ ബ്രേക്കിട്ട് നിന്നു. അതൊരു ചുവന്ന പജേറോ വണ്ടിയായിരുന്നു. ഡോർ വലിച്ചു തുറന്ന് 4-5 ചെറുപ്പക്കാർ ചാടിയിറങ്ങി. അതിലൊരാളെ കണ്ടതും ഒരു വിറയൽ വന്ദനയിലുണ്ടായി. ടോണി കോട്ടൂരാൻ. ടോണി കോട്ടൂരാൻ്റെ വരവ് നല്ല ഉദ്ദേശം വെച്ചല്ലെന്ന് വന്ദനയ്ക്ക് അറിയാമായിരുന്നു. ഇതാണല്ലേ നിന്റെ സ്ഥലം, മേലുകാവ്? അവൻ അവളുടെ വഴി തടഞ്ഞ് നിന്നു. ഇയാൾക്ക് എന്നതാ വേണ്ടത്? എടുത്തടിച്ചതുപോലെ അവൾ ചോദിച്ചു. ഒന്നും വേണ്ടാഞ്ഞിട്ടാണോ ഈരാറ്റുപേട്ടേന്ന് നീ കയറിയ ബസ്സിനെ പിന്തുടർന്ന് 10-14 കിലോമീറ്റർ പിന്നിട്ട് ഞാൻ ഇവിടെ വരെ എത്തിയത്? സൗകര്യമായി നിന്നെയൊന്ന് കാണാൻ. അവൻ വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചു. വന്ദന ചുറ്റുമൊന്ന് നോക്കി. ഒരു കുഞ്ഞിനെ പോലും ആ വഴി കാണാനില്ല. ടോണി, ഇതെൻ്റെ നാടാ. അച്ഛൻ കണ്ടുവന്നാൽ പ്രശ്നമാകും. ഇന്നത്തെ സംഭവം അച്ഛൻ അറിയും. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം ടോണിക്ക് അറിയാഞ്ഞിട്ടാ. അവൾ മുന്നറിയിപ്പ് കൊടുത്തു. നിന്റെ അച്ഛൻ ആരാണടി? ഇടുക്കിയിലെ കളക്ടറോ? ടോണിയുടെ അടുത്ത് ഒരുത്തൻ്റെയും വിളച്ചിൽ നടക്കില്ല. ഈരാറ്റുപേട്ട CI ജോണി കോട്ടൂരാൻ്റെ അനിയനാ ഞാൻ. കോട്ടൂരാന്മാരെന്ന് കേട്ട ഞെട്ടാത്ത ആരുമില്ലടി. അവൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. നീ പ്രിൻസിപ്പലിന് കംപ്ലൈൻറ്റ് കൊടുത്താൽ എൻ്റെ തല മൊട്ടയടിക്കുമെന്ന് കരുതിയോടി? ടോണി, എൻ്റെ ഫോണിലേക്ക് വൃത്തികെട്ട വീഡിയോ അയച്ചതിനാ ഞാൻ പ്രിൻസിപ്പലിന് കംപ്ലൈൻറ്റ് കൊടുത്തത്. അത് അവിടം കൊണ്ട് തീരട്ടെ എന്ന് കരുതിയിട്ടാ. തീരണ്ടടി. നീ സൈബർ സെല്ലിൽ കൊണ്ട് പരാതി കൊടുക്കടി. ഇനിയും ടോണി വിടും. നീ വാട്സപ്പ് തുറന്ന് നോക്ക്. കുറേ വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ മുഴുവൻ ഫ്രണ്ട്സും അയച്ചിട്ടുണ്ട്. വന്ദനയുടെ ശരീരം പെരുത്ത് കയറി. നിന്റെ പെങ്ങന്മാർക്ക് അയച്ചു കൊടുക്കടാ പട്ടി. എടി! അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. വന്ദന കൈവലിച്ച് അവൻ്റെ മുഖത്തടിച്ചു. ഞാൻ ആരാന്നാടാ നീ കരുതിയത്? മുകുന്ദനുണ്ണിയുടെ മോളാ ഞാൻ. കാറിനടുത്ത് നിന്ന് ചെറുപ്പക്കാർ ഓടി വന്നു. നീ എന്നെ തല്ലിയോടി? അവൻ മുരണ്ടു. തല്ലുകയല്ല, എൻ്റെ ദേഹത്ത് തൊട്ടാ കൊല്ലും. അവൾ മുന്നോട്ട് നടന്നു. പിടിക്കടാ അവളെ, ടോണി അലറി. വന്ദന മുന്നോട്ടോടി. ചെറുപ്പക്കാർ അവളുടെ പിന്നാലെ കുതിച്ചു. അവർ അവളെ വളഞ്ഞിട്ട് പിടിച്ചു. വിടടാ. പിടിവലിക്കിടയിൽ വന്ദനയുടെ ബാഗും ഫയലും റോഡിൽ വീണു. സർവ്വശക്തിയുമെടുത്ത് പ്രതിരോധിച്ചെങ്കിലും അവൾക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. അവർ വന്ദനയെ പിടിച്ചു വലിച്ച് ടോണിയുടെ മുന്നിൽ കൊണ്ടുവന്ന് തള്ളി. അവർ വലയം തീർത്ത് നിന്നു. തൊട്ടാൽ നീ കൊല്ലുകൂടി. അവൻ കവിളിൽ കുത്തിപ്പിടിക്കാൻ നീട്ടിയ കൈ അവൾ തട്ടിമാറ്റി. തൊട്ടുപോകരുത്. നിന്റെ വാട്സപ്പിലേക്ക് ഞാനൊരു വീഡിയോ വിട്ടതിനല്ലേ നീ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത്? ടോണിയെ ഇന്നുവരെ ആരും തല്ലിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് നീ എൻ്റെ കവളത്തടിച്ചു. അത് ഞാൻ പൊറുക്കണമെങ്കിൽ ടോണി മരിക്കണം. നിനക്കുള്ള ശിക്ഷ ഞാൻ തരുവടി. ഇനി ചെറുപ്പക്കാർ കാണാൻ പോകുന്നത് നിന്റെ വീഡിയോ ക്ലിപ്സാ. ടോണി വണ്ടിയുടെ ഡോർ വലിച്ചു തുറന്നു. പിടിച്ചു കേട്ടടാ ഈ മോളെ. അവർ വന്ദനയെ കടന്നു പിടിച്ചു. അവൾ കുതറിയെങ്കിലും അവർ തള്ളി കാറിനടുത്തെത്തിച്ചു. എല്ലാവരും ചേർന്ന് തള്ളിക്കയറ്റാനുള്ള ശ്രമമായി. അവൾ എതിർക്കുകയും നിലവിളിക്കുകയും ചെയ്തു. ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. ഒരു പഴയ മഹീന്ദ്ര ജീപ്പ് റോഡിൽ പ്രത്യക്ഷപ്പെട്ടു. അവർക്കു മുന്നിൽ ജീപ്പ് നിന്നു. അതിൽ നിന്ന് ചന്ദ്രദാസ് ഇറങ്ങി. അങ്കിൾ, വന്ദന ഉറക്കെ വിളിച്ചു.
ചന്ദ്രദാസിനെ കണ്ടപ്പോൾ ചെറുപ്പക്കാർ പിടിവിട്ടു. അവരെ തള്ളി മാറ്റി വന്ദന അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അങ്കിൾ, എന്താ മോളെ, ഇവരൊക്കെ ആരാ? എന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ നോക്കി അങ്കിൾ. അവൾ കരഞ്ഞുപോയി. ഒരു പെണ്ണിനെ പട്ടാപ്പകൽ റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നോ? ആരടാ നീയൊക്കെ? ചന്ദ്രദാസ് അവരുടെ നേരെ തിരിഞ്ഞു. അത് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാവടാ. ചന്ദ്രദാസ് പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്തു. ഒരു പ്രൈവറ്റ് ബസ് എതിരെ വരുന്നുണ്ടായിരുന്നു. അത് സ്ലോ ചെയ്തപ്പോൾ ടോണി കൂട്ടുകാരെ നോക്കി. കേറ്, അവൾ എവിടെ പോകാനാ? ടോണിയുടെ വലയിൽ തന്നെ വീഴും. എല്ലാവരും വണ്ടിയിൽ കയറി. ഒരു കുതിപ്പിന് പജേറോ പാഞ്ഞുപോയി. എന്താ മോളെ ഇത്? അവരൊക്കെ ആരാ? അതിലൊരാൾ എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ പേരിൽ ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഈരാറ്റുപേട്ടയെന്ന് ഞാൻ കയറിയ ബസ്സിൻ്റെ പിന്നാലെ വന്നതാ. പ്രശ്നം ഗൗരവമുള്ളതാണെന്ന് ചന്ദ്രദാസിന് മനസ്സിലായി. റോഡിൽ കിടന്ന അവളുടെ ബാഗും ഫയലും അയാൾ എടുത്തു കൊടുത്തു. ഇനി നടന്നു പോകണ്ട, വണ്ടിയിൽ കയറ്. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഞാൻ പോകാം അങ്കിൾ. വേണ്ട, പറയുന്നത് കേക്ക്. അയാൾ നിർബന്ധിച്ച് അവളെ ജീപ്പിൽ കയറ്റി. വണ്ടി വീട്ടുമുറ്റത്ത് ചെന്ന് നിന്നു. തലയിലെടുത്തുകൊണ്ട് വന്ന വള്ളിപ്പയർ ചുറ്റുവരാന്തയിൽ ഇറക്കി വയ്ക്കുകയായിരുന്നു മുകുന്ദനുണ്ണി. നീണ്ട പച്ചപ്പയറിൻ്റെ ഒരു കൂന തന്നെ അവിടെയുണ്ട്. വണ്ടിയുടെ ഇരമ്പൽ കേട്ട് അയാൾ തിരിഞ്ഞു. ജീപ്പിൽ നിന്ന് വന്ദനയും ചന്ദ്രദാസും ഇറങ്ങുന്നത് അയാൾ കണ്ടു. സാർ ഇവളെ എവിടെ വെച്ച് കണ്ടു? ചുമൽ ചൊറിഞ്ഞുകൊണ്ട് മുകുന്ദനുണ്ണി ചോദിച്ചു. വന്ദന കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയപ്പോൾ മുകുന്ദനുണ്ണിയുടെ നെഞ്ച് കിടുങ്ങി. താനൊന്ന് വന്നേ. ചന്ദ്രദാസ് അയാളെ ഏത്തവാഴക്കുല വെട്ടിക്കൂട്ടിയ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നതാ സാറേ? അത് മുകുന്ദ, ചില പ്രശ്നങ്ങളുണ്ടായി. മോളെ റോഡിൽ വെച്ച് ഏതാനും ചെറുപ്പക്കാർ കാറിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി. ഒരിടിവാൾ മുകുന്ദനുണ്ണിയുടെ മനസ്സിൽ വീണു. ഇവിടെ മേലുകാവിൽ വെച്ചോ? ആ പയ്യന്മാർ ഈ നാട്ടുകാരല്ല. മുകുന്ദനുണ്ണി വെട്ടിത്തിരിഞ്ഞപ്പോൾ ഏത്തവാഴക്കുലകൾ തോളിലേറ്റി സുമേഷ് സ്തംഭിച്ച് നിൽപ്പുണ്ട്. എടുക്കടാ വണ്ടി. അയാൾ വീട്ടിലേക്ക് ഓടി. ഉണ്ണിയേട്ടാ, കരഞ്ഞുകൊണ്ട് ദേവയാനി പുറത്തേക്ക് വന്നു. എൻ്റെ ഷർട്ട് എടുക്കടി. അയാൾ അലറി. ഉണ്ണിയേട്ടനത് എന്തു ഭാവിച്ചാ? എൻ്റെ മോളുടെ ദേഹത്തൊരുത്തൻ കൈവച്ചാൽ ആ കൈ ഞാൻ വെട്ടിയെടുക്കുവിടി. ദേവയാനിയെ തള്ളിമാറ്റി അയാൾ അകത്ത് കയറി ഷർട്ടുമെടുത്ത് പുറത്തേക്ക് വന്നു. സുമേഷ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു നിർത്തിയിരുന്നു. പറ സാറേ, ഏത് വണ്ടിയാ? ഏത് ഭാഗത്തേക്കാ പോയത്? ഞാനും വരാം. ചന്ദ്രദാസ് പിൻസീറ്റിൽ കയറി. മുകുന്ദനുണ്ണി മുന്നിൽ കയറിയതും ബൊലേറോ റോഡിലേക്ക് കുതിച്ചു. അവർ ആരാണെന്ന് വല്ല രൂപവുമുണ്ടോ സാറേ? ഒരു പയ്യൻ അവളുടെ കൂടെ പഠിക്കുന്നതാ. ടോണി എന്ന് അവൻ സ്വയം പറയുന്നത് കേട്ടു. കൂടെ പഠിക്കുന്ന പയ്യന് ഇത്രയും ധൈര്യമോ? അവൻ്റെ പേരിൽ അവൾ എന്തോ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടത്രേ. അതത്ര നിസ്സാര കാര്യമാവില്ല. കൂടുതലൊന്നും അവളോട് ചോദിക്കാനും പറ്റിയില്ല. അവർ അത്ര പെട്ടെന്നൊന്നും ഈ പരിസരം വിട്ടു പോവില്ല ചേട്ടായി. നമുക്ക് ഡാമിൻ്റെ പരിസരത്തൊന്ന് തപ്പാം. റോഡിൽ നിന്ന് ഇടതുഭാഗത്തേക്ക് സുമേഷ് വണ്ടി തിരിച്ചു. മലങ്കര ഡാമിലേക്ക് ഇടുങ്ങിയ റോഡായിരുന്നു അത്. ദൂരെ വെച്ച് ആ ചുവന്ന പജേറോ ചന്ദ്രദാസ് കണ്ടു. അതാ വണ്ടി. ഡാം എത്തുന്നതിന് മുമ്പ് തേക്കിൻ തോട്ടത്തിൽ പജേറോ പാർക്ക് ചെയ്തിരിക്കുന്നത് മുകുന്ദനുണ്ണി കണ്ടു. ചെറുപ്പക്കാർ വണ്ടിയുടെ മുന്നിലുണ്ട്. ബോണറ്റിൽ പൊട്ടിച്ചു വെച്ച ബിയർ കുപ്പികൾ. പജേറോയുടെ മുന്നിൽ സുമേഷ് ബൊലേറോ ചവിട്ടി നിർത്തി. സാറ് വണ്ടിയിലിരുന്നാൽ മതി. ഡോർ വലിച്ചു തുറന്ന് മുകുന്ദനുണ്ണി പുറത്തേക്കിറങ്ങി. ചെറുപ്പക്കാർ ഒരു കരുതലെന്നോണം നിന്നു. മുണ്ട് മടക്കി കുത്തി മുകുന്ദനുണ്ണി അവരുടെ നേരെ ചെന്നു. പിന്നാലെ സുമേഷും. ടോണിക്ക് കാര്യം മനസ്സിലായി. വന്നിരിക്കുന്നത് അവളുടെ തന്തയാണ്. കയ്യിലിരിക്കുന്ന ബിയർ കുപ്പി വായുവിൽ ഒന്ന് ചുഴറ്റി അവൻ വായിലേക്ക് കമത്തി. പിന്നെ ചുണ്ട് തുടച്ചിട്ട് പുച്ഛത്തോടെ മുകുന്ദനുണ്ണിയെ നോക്കി. ഇതിലേതാടാ ടോണി? ടോണി മുന്നോട്ട് വന്നു നിന്നു. ഞാൻ തന്നെ. വെറും ടോണിയല്ല, ടോണി കൂട്ടൂരാൻ. പന്ന മോനെ. മുകുന്ദനുണ്ണി വലതുകാൽ ഉയർത്തി അവൻ്റെ നെഞ്ചിൽ ചവിട്ടി. പിന്നിൽ നിന്ന് 2 ചെറുപ്പക്കാരെ വീഴ്ത്തി ടോണി തേക്കിൻകാട്ടിലേക്ക് പോയി. ഒരാൾ ബിയർ കുപ്പി മുകുന്ദനുണ്ണിയുടെ തലയ്ക്ക് നേരെ വീശി. അവൻ്റെ കയ്യിൽ പിടിച്ച് കറക്കി മുകുന്ദനുണ്ണി വിട്ടു. റോഡിൻ്റെ മറുഭാഗത്തേക്ക് റോക്കറ്റ് പോലെ അവൻ പോയി. എഴുന്നേറ്റ് വന്ന 2 പേരെ സുമേഷ് നേരിട്ടു. കരിയിലയിൽ കിടന്ന ടോണിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുയർത്തി മുകുന്ദനുണ്ണി റോഡിലേക്ക് കൊണ്ടുവന്നു. വിടടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലടാ. മുകുന്ദനുണ്ണി അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പജേറോയോട് ചേർത്ത് നിർത്തി. നിനക്കെൻ്റെ മോളെ കൊണ്ടുപോകണം അല്ലേടാ? കൊണ്ടുപോകണമെന്ന് ടോണി നിശ്ചയിച്ചാൽ കൊണ്ടുപോകുകടാ, അത് ആരുടെ മോളായാലും. മുകുന്ദനുണ്ണിക്ക് ഭ്രാന്ത് പിടിച്ചു.
ആദ്യത്തെ ഇടി അവൻ്റെ നെഞ്ചിൻ കൂട് തകർത്തു. മുകുന്ദനുണ്ണി അവനെ വായുവിലേക്ക് ഉയർത്തി. ബാക്കി വെച്ചേക്കില്ലടാ നിന്നെ ഞാൻ. വണ്ടിയിലിരുന്ന ചന്ദ്രദാസ് നടുങ്ങിപ്പോയി. ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത് നിന്നെപ്പോലുള്ള നായകൾക്ക് കടിച്ചു കീറാനല്ലടാ. കാൽമുട്ട് അടിവയറ്റിൽ കയറിയപ്പോൾ ടോണി അലറി വിളിച്ചു. അവൻ്റെ അലർച്ച മലങ്കര ഡാമിനുള്ളിൽ പ്രതിധ്വനിച്ചു. ചന്ദ്രദാസ് ഇറങ്ങി വന്ന് മുകുന്ദനുണ്ണിയുടെ കൈ പിടിച്ചു. മുകുന്ദ, വിടാൻ. ഇനി താൻ എന്തെങ്കിലും ചെയ്താൽ അവൻ ചത്തുപോകും. ഇവനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല സാറേ. പെൺമക്കളുള്ള അച്ഛനമ്മമാരുടെ ആദിയ ഇവനൊക്കെ. ചന്ദ്രദാസ് മുകുന്ദനുണ്ണിയെ പിടിച്ചുമാറ്റി. വണ്ടിയോട് ചേർന്ന് വളഞ്ഞുകുത്തി ടോണി നിന്നു. ഏത് സമയവും അവൻ നിലത്ത് വീഴുമെന്ന് തോന്നി. അവൻ്റെ കൂട്ടുകാർ ദൂരെ മാറി ഭയന്ന് നിൽപ്പുണ്ട്. മുകുന്ദനുണ്ണി ടോണിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുഖം ഉയർത്തി. ഇനി എൻ്റെ മോളുടെ വഴിയിൽ നിന്റെ നിഴൽ വീണാൽ പറയുന്നതല്ലടാ, കൊന്നു കുഴിച്ചുമൂടും നിന്നെ ഞാൻ. ചോര കണ്ട് അറപ്പ് തീർന്നവനാ മുകുന്ദനുണ്ണി. ഒരു മിലിട്ടറിക്കാരനാ ഞാൻ. ആ ഓർമ്മ നിനക്കും വേണം. ഇനി ഞാൻ നിന്നെ തേടി വരാനിടയാക്കരുത്. അവൻ്റെ തല ഒരു വശത്തേക്ക് അയാൾ തള്ളിക്കളഞ്ഞു. അവർ ബൊലോറയുടെ അടുത്തേക്ക് വന്നു. വണ്ടിയിൽ കയറാനായി മുകുന്ദനുണ്ണി ഡോർ തുറന്നു. ഡാ. ടോണിയുടെ വിളി കേട്ട് അയാൾ തിരിഞ്ഞു. പജേറയിൽ പിടിച്ച് അവൻ മുകുന്ദനുണ്ണിയുടെ നേരെ വിരൽ ചൂണ്ടി. നിന്റെ മോളെ ഞാൻ കൊണ്ടുപോകുവിടാ. നിനക്കുള്ള കണക്ക് ഞാൻ അവളിൽ തീർക്കും. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സും. അതിനെനിക്ക് കഴിഞ്ഞില്ലേൽ ഞാൻ ടോണി കൂട്ടൂരാനല്ലടാ. എടാ നായേ. മുകുന്ദനുണ്ണി ഡോർ വലിച്ചടച്ച് അവൻ്റെ നേരെ പാഞ്ഞു വന്നു. അവൻ നെഞ്ചിൽ പൊത്തിപ്പിടിച്ച് ഓക്കാനിച്ചു. ഛർദ്ദിച്ചത് ചോരയായിരുന്നു. മുകുന്ദ, വേണ്ട. ചന്ദ്രദാസ് അയാളെ പിന്നോട്ട് വലിച്ചുകൊണ്ടുപോയി. ബൊലേറോ തിരിച്ചു പോകുമ്പോൾ അവൻ വണ്ടിയിൽ ചാരി നിലത്തേക്കിരിക്കുന്നത് മുകുന്ദനുണ്ണി കണ്ടു. അവനത് പറയണമെങ്കിൽ ചില്ലറക്കാരനായിരിക്കില്ല മുകുന്ദ. പിൻബലമില്ലാതെ ആരും ഇത്രയും ധൈര്യം കാണിക്കത്തില്ല. ചന്ദ്രദാസ് ഓർമ്മിപ്പിച്ചു. അവൻ ആരായാൽ എനിക്കെന്താ? എൻ്റെ മക്കളെ ഒരുത്തൻ നോക്കുന്നത് പോലും ഞാൻ സഹിക്കില്ല. അവൻ്റെ നാവിൽ നിന്ന് വീണത് കേട്ടില്ലേ? ജീപ്പ് വീടിനടുത്തേക്ക് ചെന്ന് നിന്നു. ചുറ്റുവരാന്തയിൽ ദേവയാനിയും വന്ദനയും പരിഭ്രമിച്ച് ഇരിപ്പുണ്ട്. അവർ എഴുന്നേറ്റു. എന്നാൽ സാറ് ചെല്ല്. ചന്ദ്രദാസ് ജീപ്പിൽ കയറി ഓടിച്ചുപോയി. അച്ഛൻ അവരെ കണ്ടോ? അയാൾ കയറി വന്നപ്പോൾ വന്ദന ചോദിച്ചു. അവർ കടന്നു കളഞ്ഞു. എന്നതാ മോളെ സ്കൂളിലുണ്ടായത്? നീ അവൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ എന്നതാ കാര്യം? വന്ദനയ്ക്ക് കരച്ചിൽ വന്നു. അവൾ വേഗം അകത്തേക്ക് ഓടിപ്പോയി. എന്നതാടി? അത് ഉണ്ണിയേട്ടാ. ദേവു എന്നതാണേലും പറയണം. ഒന്നും മറച്ചു വെക്കരുത്. നമുക്ക് പെൺമക്കൾ 3. സംഭവിച്ച കാര്യങ്ങൾ ദേവയാനി പറഞ്ഞു. മുകുന്ദനുണ്ണിയുടെ ശരീരം ചുട്ടുപഴുത്തു. ആ കണ്ണുകളിൽ നിന്ന് ആവി പറക്കുന്നത് പോലെ ദേവയാനിക്ക് തോന്നി. തൻ്റെ മോളുടെ ഫോണിലേക്ക് ഒരുത്തൻ അശ്ലീല വീഡിയോസ് അയച്ചിരിക്കുന്നു. അവനെ അവിടെ ഇട്ട് തീർക്കേണ്ടതായിരുന്നു. കാര്യമറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. അയാൾ പല്ലുകൾ ഞെരിച്ചു. അപ്പോൾ ഉണ്ണിയേട്ടൻ അവരെ കണ്ടോ? അയാൾ കസേരയിൽ ചെന്നിരുന്നു. അവൻ ഏതോ സിഐയുടെ അനുജനാ. ദേവയാനിയുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അത് പേടിച്ച് ഭയന്നിരിക്കണോ ഞാൻ? ഒരച്ഛനാ ഞാൻ. പെൺമക്കളെ സംരക്ഷിക്കാനായില്ലെങ്കിൽ ഞാനെങ്ങനെ അടി അച്ഛനാവുന്നത്? കണ്ണു തുടച്ചിട്ട് ദേവയാനി അകത്തേക്ക് നടന്നു. അമ്മേ. വന്ദന ഫോണുമായി അടുക്കളയിലേക്ക് ഓടി വന്നു. എന്താ മോളെ? ദേ, വീണ്ടും കുറേ വൃത്തികെട്ട ഫോട്ടോകൾ അവൻ എനിക്ക് അയച്ചിരിക്കുന്നു. ദേവയാനിക്കൊരു ഉൾക്കിടിലമുണ്ടായി. ഈശ്വര, ഈ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും അസ്തമിക്കുകയാണോ? നീ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്. വന്ദന ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവിടെ നിന്ന് പോയി. ദേവയാനി അടുക്കള സ്ലാവിൽ ചാരി ജീവച്ചവം പോലെ നിന്നു. എന്തൊക്കെയോ ആപത്തുകൾ വരാൻ പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ചായ ഗ്ലാസ് ടേബിളിൽ വെച്ചിട്ട് റിങ് ചെയ്യുന്ന സെൽഫോൺ CI ജോണി കോട്ടൂരാൻ എടുത്തു. മേലുകാവ് സ്റ്റേഷനിലെ SI പ്രക്ഷോഭനാണ്. എന്നതാടോ? കാതിൽ കേട്ട വാക്കുകൾ ജോണി കോട്ടൂരാനെ ഞെട്ടിച്ചു കളഞ്ഞു. അയാൾ ചാടി എഴുന്നേറ്റു. ടോണി ഇപ്പോൾ തൊടുപുഴ സെൻറ് മേരീസ് ഹോസ്പിറ്റലിലുണ്ട്. കുറച്ച് ക്രിട്ടിക്കലാ സാറേ. നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. വാരിയലിന് ഒടിവുണ്ടോ എന്നൊരു സംശയം ഡോക്ടർ പറഞ്ഞു. ആരാടോ എൻ്റെ അനിയനോടിത് ചെയ്തത്? ഏതവനായാലും ഭൂമിയിൽ വെച്ചു വാഴിക്കില്ല ഞാൻ. ജോണി കോട്ടൂരാൻ അട്ടഹസിച്ചു. ഒരു മുകുന്ദനുണ്ണി, എക്സ് മിലിട്ടറിക്കാരനാ. സാർ ഹോസ്പിറ്റലിലേക്ക് വാ, ഞാനിവിടെയുണ്ട്. കോൾ കട്ട് ചെയ്തിട്ട് ജോണി കോട്ടൂരാൻ പുറത്തേക്ക് പാഞ്ഞു. അയാൾ ജീപ്പിൽ കയറിയപ്പോൾ ഡ്രൈവർ വണ്ടിയെടുത്തു. ജീപ്പിലിരുന്ന് അയാൾ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തു. ബ്ലസ്സി, നീ എന്തേലും വിവരമറിഞ്ഞോ? ഇല്ല. എന്നതാ ഇച്ചായ? ടോണി ആരുമായിട്ടോ അടിപിടി കൂടി. തൊടുപുഴ സെൻറ് മേരീസിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നീ എല്ലാവരെയും വിളിച്ചൊന്ന് വിവരം പറ.
ഞാൻ അങ്ങോട്ട് പോവുക. അയാൾ കൂടുതലൊന്നും പറയാതെ സംസാരം അവസാനിപ്പിച്ചു. സെൻറ് മേരീസ് ഹോസ്പിറ്റലിന് മുന്നിൽ പോലീസ് ജീപ്പ് ചെന്നു നിന്നു. ജോണി കോട്ടൂരാൻ കയറി വന്നപ്പോൾ അവിടെ SI പ്രശോഭൻ നിൽപ്പുണ്ടായിരുന്നു. വരൂ സാർ. അവർ സ്റ്റെയർകേസ് കയറി. മലങ്കര ഡാമിനടുത്ത് വെച്ച സംഭവമുണ്ടായത്. വിവരമറിഞ്ഞ് ഞാൻ എത്തുമ്പോൾ ടോണിക്ക് ബോധമുണ്ടായിരുന്നില്ല. രക്തം ഛർദ്ദിച്ച നിലയിലായിരുന്നു. കൂട്ടുകാരാ പറഞ്ഞത് സാറിൻ്റെ അനിയനാണെന്ന്. അപ്പോൾ മുതൽ ഞാൻ സാറിനെ ട്രൈ ചെയ്യുക. എന്നതാ സംഭവമെന്ന് കൂടെയുള്ളവർ പറഞ്ഞില്ലേ? കൂടെ പഠിക്കുന്ന ഒരു പെൺകൊച്ചുമായുള്ള ക്ലാഷാ. അവൾ അവൻ്റെ പേരിൽ പ്രിൻസിപ്പലിന് കംപ്ലൈൻറ്റ് കൊടുത്തു. അവളെ ഒന്ന് വിരട്ടി കംപ്ലൈൻറ്റ് പിൻവലിപ്പിക്കാൻ അവനും കൂട്ടുകാരും പിന്നാലെ പോയതാ. അത് കഴിഞ്ഞാ അവർ ഡാമിനടുത്തേക്ക് പോയത്. വിവരമറിഞ്ഞു വന്ന പെങ്കൊച്ചിൻ്റെ തന്ത അവിടെ വെച്ച് അവരെ ആക്രമിച്ചത്. അയാളെക്കുറിച്ച് അന്വേഷിച്ചില്ലേ താൻ? സാർ, കഴിഞ്ഞ ദിവസം കർഷകശ്രീ കിട്ടിയത് അയാൾക്കാ. അവൻ്റെ അമ്മയുടെ കർഷകശ്രീ. അവൻ കൈവച്ചത് ജോണി കോട്ടൂരാൻ്റെ ചോരയെയാ. വിടില്ല ഞാൻ അവനെ. ക്യാഷ്വാലിറ്റിയുടെ മുന്നിൽ അവരെത്തി. ടോണിയുടെ കൂട്ടുകാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. വാതിൽ തള്ളി തുറന്ന് ജോണി കോട്ടൂരാൻ അകത്തേക്ക് കയറി. ടോണിക്ക് ചുറ്റും ഡോക്ടർമാരും നേഴ്സുമാരും കൂടി നിൽപ്പുണ്ട്. വാ. പകുതി തുറന്ന് ബെഡിൽ ശവം പോലെ കിടക്കുന്ന ടോണിയെ കണ്ടതും അയാളുടെ നെഞ്ച് പിടച്ചു. ഷർട്ട് അഴിച്ചു മാറ്റിയ നിലയിലായിരുന്നു. വെളുത്ത നെഞ്ചിൽ പതിച്ച നീല പാടുകൾ കണ്ടപ്പോൾ ജോണി കോട്ടൂരാൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. മോനെ ടോണി. അയാൾ അവൻ്റെ ശിരസിൽ കൈവച്ചു. നിങ്ങൾ? ഡോക്ടർ മുഷിച്ചിൽ കാണിച്ചു. ഞാൻ CI ജോണി കോട്ടൂരാൻ. എൻ്റെ അനുജനാ ഈ കിടക്കുന്നത്. ഓക്കെ. പേഷ്യൻറ്റിനെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോവുകയാ. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. എന്താ അവൻ്റെ അവസ്ഥ? നെഞ്ചിൽ കനത്ത ക്ഷതമേറ്റിട്ടുണ്ട്. വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ടോ എന്നൊരു സംശയമുണ്ട്. മോനെ ഡാ. ജോണി കോട്ടൂരാന് സഹിക്കാനായില്ല. ടോണി പതിയെ കണ്ണു തുറന്നു. അവൻ്റെ നോട്ടം ജോണി കോട്ടൂരാൻ്റെ മുഖത്ത് പതിച്ചു. ഇച്ചായ. മോനെ. ഞാൻ മരിക്കും ഇച്ചായ. അവനെ വെറുതെ വിടരുത്. അവൻ്റെ മോളെയും. പ്ലീസ് നിങ്ങളൊന്ന് പുറത്തു പോകൂ, ഡോക്ടർ ആവശ്യപ്പെട്ടു. ടോണി കോട്ടൂരാൻ്റെ നിറമിഴികളിൽ 2 തീക്കനൽ പോലെ കൃഷ്ണമണികൾ ജ്വലിച്ചു. അത്താഴത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ എല്ലാ മുഖങ്ങളിലും മുകുന്ദനുണ്ണി ശ്രദ്ധിച്ചു. ദേവയാനിയും കുട്ടികളും ഭയന്ന മട്ടിലാണ്. അയാൾ ചിരിച്ചു. നിങ്ങൾക്കെന്താ പറ്റിയത്? ആരും ഒന്നും മിണ്ടിയില്ല. ഉണ്ണിമോളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അവൾ വന്ദനയുടെ ചുമലിൽ കൈവച്ചു. മോള് പേടിക്കണ്ട. ഇനി നിന്നെ ശല്യപ്പെടുത്താൻ ആരും വരത്തില്ല. നാളെ അച്ഛൻ നിന്നെ സ്കൂളിൽ കൊണ്ടുവിടാം. ക്ലാസ് കഴിയുമ്പോൾ ഞാനങ്ങ് വന്നേക്കാം, വന്ദനയോട് അയാൾ പറഞ്ഞു. അവൾ തലയാട്ടി. ഭക്ഷണം കഴിഞ്ഞ് മുകുന്ദനുണ്ണി ഹാളിൽ വന്നപ്പോൾ ടേബിളിലിരുന്ന സെൽ റിങ് ചെയ്യുന്നുണ്ട്. അയാൾ ഫോൺ എടുത്തു. ചന്ദ്രദാസിൻ്റെ കോളാണ്. എന്നതാ സാറേ? മുകുന്ദ, ആ പയ്യൻ ഈരാറ്റുപേട്ട CI ജോണി കോട്ടൂരാൻ്റെ അനിയനാ. ചന്ദ്രദാസിൻ്റെ സ്വരത്തിൽ ഭീതിയുണ്ടായിരുന്നു. ഏത് കോപ്പൻ്റെ അനിയനായാലും എനിക്കെന്താ? ഒന്ന് സൂക്ഷിക്കണം. പയ്യനിപ്പോൾ ICUവിലാ. താൻ ഇടിച്ച് പിഴിഞ്ഞു കളഞ്ഞില്ലേ? സാർ ഫോൺ വയ്ക്ക്. ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് വീടിനുള്ളിലേക്ക് വന്നു. ഫോൺ വെച്ചിട്ട് മുകുന്ദനുണ്ണി വാതിൽ തുറന്നു. മുറ്റത്ത് വീണ ടോപ്പ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നത് മുകുന്ദനുണ്ണി കണ്ടു. ജീപ്പിൽ നിന്ന് 4-5 പോലീസുകാർ ചാടിയിറങ്ങി. അവർ വീടിന് നേരെ ഓടി വന്നു. വരാന്ത ചാടിക്കടന്ന് അകത്ത് കയറിയത് CI ജോണി കോട്ടൂരാനായിരുന്നു. അയാൾ മുകുന്ദനുണ്ണിയെ തറപ്പിച്ചു നോക്കി. കള്ളനായിൻ്റെ മോനെ, നീ എൻ്റെ അനിയനെ ചവിട്ടിക്കൊന്നല്ലേടാ? അയാൾ മുകുന്ദനുണ്ണിയുടെ നെഞ്ചത്തടിച്ച് ഷർട്ടിന് കുത്തിപ്പിടിച്ച് മുറ്റത്തേക്ക് തള്ളി. നിലവിളിച്ചുകൊണ്ട് ദേവയാനിയും കുട്ടികളും പുറത്തേക്ക് വന്നു. അയ്യോ ഉണ്ണിയേട്ടാ. മുറ്റത്ത് വീണ മുകുന്ദനുണ്ണിയെ പോലീസുകാർ പൊക്കിയെടുത്തു. ജോണി കോട്ടൂരാൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് മുകുന്ദനുണ്ണിയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. എൻ്റെ കൊച്ചിനെ നീ ചോര ഛർദ്ദിപ്പിച്ചു. ചോര മാത്രമല്ലടാ, നീ കുടിച്ച മുലപ്പാൽ വരെ ഞാൻ ഛർദ്ദിപ്പിക്കും. കൈ ചുരുട്ടി അയാൾ മുകുന്ദനുണ്ണിയുടെ അടിവയറ്റിൽ ഇടിച്ചു. മുകുന്ദനുണ്ണിയിൽ ഒരു ചലനവും ഉണ്ടായില്ല. അരുതേ. ദേവയാനി ഓടി വന്നു. മുകുന്ദനുണ്ണിയുടെ മുന്നിൽ കയറി നിന്നു. അറിയാതെ പറ്റിപ്പോയതാ. ഒന്നും ചെയ്യരുത് സാറേ. അവൾ കൈ തൊഴുത് കരഞ്ഞു. ഞങ്ങളുടെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ. വന്ദനയ്ക്കും വൃന്ദയ്ക്കുമൊപ്പം മുടന്തി വന്ന ഉണ്ണിമോൾ നിലവിളിച്ചു. മാറിപ്പോടി. ദേവയാനിയെ ജോണി കോട്ടൂരാൻ പിടിച്ച് തള്ളി. അവൾ മുറ്റത്തേക്ക് വീണു. മുകുന്ദനുണ്ണിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ജോണി കോട്ടൂരാൻ ജീപ്പിനടുത്തേക്ക് കൊണ്ടുപോയി. വലിച്ചു കയറ്റ്. നിലത്ത് കിടന്ന ദേവയാനിയെ ചുറ്റിപ്പിടിച്ച് വന്ദനയും വൃന്ദയും പൊട്ടിക്കരഞ്ഞു. അതൊരു കൂട്ടക്കരച്ചിലായി. പോലീസുകാർ മുകുന്ദനുണ്ണിയെ ജീപ്പിൽ തള്ളിക്കയറ്റി.
മുറ്റത്തിട്ട് തിരിച്ച് ജീപ്പ് പുറത്തേക്ക് പാഞ്ഞു. അച്ഛാ, മുടന്തി മുടന്തി. ഉണ്ണിമോൾ ആർത്തലച്ച് കരഞ്ഞ് ജീപ്പിൻ്റെ പിന്നാലെയോടി. ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് സ്റ്റോറീസിന് വേണ്ടി സെൽമ റോയിസ്.